പ്രിയ സുഹൃത്തുക്കളെ, മസ്കറ്റിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസ് സ്കൂളാണ് DDA. ഞാനതിൻ്റെ ഫ്രണ്ടിലൂടെ വന്നപ്പോൾ അവിടെ അകത്ത് പാട്ടും ബഹളവും കേട്ടു. എന്താ സംഭവം എന്നറിയാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനകത്തേക്കൊന്ന് കയറുകയാണ്. DDA മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് കിട്ടിയ ഒരുപാട് അംഗീകാരങ്ങളും ട്രോഫികളും ഒക്കെ അവിടെ നിരത്തി വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. എത്ര നാളായി? ഞാനിവിടെ 6 വർഷമായി വർക്ക് ചെയ്യുന്നത്. ഒമാനിലെ കലാരംഗം അടിപൊളിയാണ്. ഞാൻ എൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, തരംഗ് ഡാൻസ് അക്കാഡമി. അവിടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു. അമ്മയുടെ കൂടെ. മാഡം എത്ര വർഷമായിട്ട് ഒമാനില്? ഞാനിവിടെ 26ാമത്തെ വർഷം കംപ്ലീറ്റ് ആവുകയാണ്. സിൽവർ ജൂബിലി കഴിഞ്ഞ് ഒമാനിൽ പ്രവർത്തിക്കുന്ന ഒരു നർത്തകിയും നൃത്ത അധ്യാപികയും അല്ലേ? ശ്രീകല. നാട് കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. അപ്പോൾ മാളാണ് മീനാക്ഷി. ഞങ്ങള് ആക്ച്വലി DDA തരംഗ് അക്കാഡമി രണ്ടുപേരും സിസ്റ്റർ കൺസേൺ ആണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവിടെ വന്നപ്പോൾ ഒരു തരംഗം എനിക്ക് ഫീൽ ചെയ്തു. ഞാനിത് വഴി പോയപ്പോ ഇവിടെ ഒരു പാട്ടും ബഹളമൊക്കെ കേട്ടപ്പോഴത്തേക്ക് എന്താണ് ഇവിടുത്തെ തരംഗം എന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത്. ഞങ്ങൾ ആക്ച്വലി മസ്കറ്റ് നൈറ്റ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇവിടുത്തെ ഫെസ്റ്റിവൽ ആണ്, എല്ലാ വർഷവും ഉണ്ടാവുന്നത്. ഇതെല്ലാം കുട്ടികളെ പ്രിപ്പയർ ചെയ്യണം. നാളെ ഒരു ഷോ ഉണ്ട്. ഹാപ്പി അല്ലേ? എങ്ങനെയുള്ള ഡാൻസ്? Hi, Master. How are you? Sir. I'm good, sir. Thank you. She's from Mumbai. He is an instructor with DDA. DDA ഇവരുടെ കരുത്തിൽ സ്ട്രോങ് ആണ്. ഒമാനിലെ അറിയപ്പെടുന്ന കലാസംഘമാണ് അല്ലേ? ചുക്കാൻ പിടിക്കുന്ന ആള് ദീപ്തി സുരേഷ് ഇതിന്റെ മെയിൻ ആണ്. ഇപ്പൊ പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതിലൂടെയൊക്കെ കാണാൻ പറ്റിയ ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യം. കാരണം മുഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ എന്നെ അറിയാവുന്ന ഒരു ഒമാനിലും ഉണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഞാനൊന്ന് വന്ന് ജസ്റ്റ് കയറി അവരോടൊപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവരവരുടെ പ്രാക്ടീസ് തുടർന്നു.